ഇറാൻ പ്രസിഡന്റിനെ വധിക്കുക അല്ലെങ്കിൽ പരമോന്നത നേതാവിനെ വധിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ ഈസിയാണ് മുമ്പേ. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം ഇന്ന് തുടങ്ങിയതല്ലല്ലോ, 79 തർക്കങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഫിയേഴ്സായിട്ടുള്ള വാക്പോരൊക്കെ നടക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അഹമ്മദിനെജാദിൻ്റെ സമയമാണ്. അന്ന് അവിടെ ഭരിക്കുന്നത് ജോർജ് ബുഷാണ്. ജോർജ് ബുഷ് ആകട്ടെ ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച സമയമാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒരേ സമയം ഇൻവേഷൻ നടക്കുന്ന സമയം. വേണമെങ്കിൽ ഇറാനെ കൂടി ആക്രമിക്കാം ജോർജ് ബുഷിന്, ഒരു പ്രശ്നമില്ല. കാരണം അതിനനുസൃതമായൊരു ജനസമിതി അമേരിക്കയിൽ ബുഷിനുണ്ട്. ബുഷ് അതിന് തയ്യാറായിട്ടില്ല. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഒരു സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഇപ്പോൾ ഇറാഖിൽ സദ്ദാമിനെ തല്ലിക്കൊന്ന് പുതിയൊരു ഭരണാധികാരിയെ കൊണ്ടുവന്ന പോലെ, ലിബിയയിൽ ഗദ്ദാഫിയെ കൊന്ന് ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്ന പോലെ ഇറാനിൽ അത് സാധ്യമല്ല. കാരണം സദ്ദാം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ തോതിലുള്ള കയോസ് ഉണ്ടാവും. ലിബിയയിൽ ഗദ്ദാഫി ഇല്ലാതായാൽ അവിടെ ഒന്നുമില്ല. അതുപോലെയല്ല ഇറാനിലൊരു സിസ്റ്റമുണ്ട് എന്ന് അമേരിക്ക നന്നായി അറിയാം. പക്ഷേ അത് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അറിയാമായിരുന്നിട്ട് കൂടി എന്തിനിപ്പോൾ ഇത് ചെയ്തു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അത് ബുഷ് ചെയ്തിട്ടില്ല, ഒബാമ ചെയ്തിട്ടില്ല, ജോ ബൈഡൻ ചെയ്തിട്ടില്ല. ഇനി അമേരിക്കയ്ക്ക് ഇൻ്റലിജൻസ് സംവിധാനമില്ല, അന്നേ ഇല്ലേ? എവിടെയാണ് ഖാംനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നജാദ് എവിടെയായിരുന്നു, റഫ്സൻജാനി എവിടെയായിരുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് ഖാത്തിമി എവിടെയാണ്, ഇതിവർക്ക് അറിയാഞ്ഞിട്ടല്ല. മൊസാദിനെ സംബന്ധിച്ചും CIA സംബന്ധിച്ചും ഇറാൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഫെർട്ടൈൽ ലാൻഡാണ്. അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ അഹമ്മദിനെജാദ് മരിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്ഥാനം വൈറലാണ്. അതായത് 100 പേരോളം കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണം ഇറാനിലുണ്ടായിരുന്നു. അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ അറിയില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാൻ, അത് മൊസാദാണോ ചെയ്തത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയെ നയിച്ചത് ഒരു മൊസാദ് ഏജൻ്റായിരുന്നു എന്ന് അഹമ്മദിനെജാദ് പറയുന്നുണ്ട്. അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് ഇത്തരം ഈ സ്പൈ വർക്കിനെ തടയാൻ അവർക്ക് കഴിയുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല. 81 പ്രസിഡന്റിനെ കൊന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു സൂട്ട് കേസ് ബോംബ് പൊട്ടിത്തെറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. അത് ആ ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രശ്നമല്ല. കാരണം അതിനു മുമ്പ് ഈ രണ്ട് രാജ്യങ്ങളുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന, ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. വളരെ പൊടുന്നതിനെ അവിടുത്തെ ഭരണം മാറുന്നു. നാളെ മുതൽ ഇവിടെ നിന്നൊന്നും ചോരില്ല എന്ന് പറയാൻ കഴിയില്ല. അത് അവർ ഏത് സമയവും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ ഏത് നിർണായക പോസ്റ്റിൽ ഇരിക്കുന്ന മനുഷ്യനും മരണം പ്രതീക്ഷ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അത് എപ്പോഴും സംഭവിക്കാം. എന്നിട്ടും അമേരിക്ക അത് ചെയ്തിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ചെയ്താൽ അതുകൊണ്ട് മാത്രം അവിടെ കാര്യമില്ല. അത് അതിലും കൂടുതൽ വലിയ കയോസിലേക്ക് പോവുകയും അത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെ തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പക്ഷേ സ്റ്റുപ്പിഡിറ്റി ഹാസ് നോ ലിമിറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ ട്രംപ് അത് ചെയ്യുകയാണ്.